ലെഫ്റ്റ് റൈറ്റ് വൈസ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് വിശകലനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് വടകരയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കോടിൻ്റെ കാര്യം പറഞ്ഞു, അതിന് തൊട്ടുമുമ്പ് വയനാടിൻ്റെ കാര്യം പറഞ്ഞു. വയനാടിനും കോഴിക്കോടിനോടും ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. അപ്പോൾ ഈ മുല്ലപ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് എന്ന് പറയുന്നത് പോലെ വടകരയ്ക്കും വയനാടിൻ്റെ കോഴിക്കോടിൻ്റെയും ചില സ്വാധീനങ്ങൾ അവിടേക്ക് വരാം. 2019 വന്നതുകൊണ്ട് തന്നെ അവിടെ UDF ഒരു മേൽക്കൈ കിട്ടി. UDF നല്ല രീതിയിൽ വയനാട്ടിലും ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയും, വടകരയിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് K മുരളീധരനും, കോഴിക്കോട് 3ാം തവണയും MK രാഘവനും, കോൺഗ്രസിൻ്റെ MK രാഘവനും ജയിച്ചു. പക്ഷെ 2019 അല്ല 2024 എന്നുള്ളതാണ് ഇതിനകത്തെ ആദ്യമായ പ്രധാനപ്പെട്ട പോയിന്റ്. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകുമെന്നും അന്നത്തെ പ്രതിപക്ഷ സഖ്യം നരേന്ദ്രമോദി BJP സർക്കാരിനെ പുറത്താക്കി അധികാരത്തിൽ തിരിച്ചു വരുമെന്നും ഒക്കെ ഒരു വലിയ മോഹന പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF മേൽക്കൈ കിട്ടി. കേരളത്തിലെ 20 സീറ്റുകളിൽ 19 സീറ്റുകളിലും UDF ജയിച്ചു. അതേ റിഫ്ലക്ഷൻ, അതേ ഫലം വയനാട്ടിലും തൊട്ടടുത്ത് വടകരയിലും കോഴിക്കോടുമൊക്കെ സംഭവിച്ചു. ഇതാണ് പൊളിറ്റിക്കൽ റിയാലിറ്റി. നമുക്കറിയാം, തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ആ അനുകൂല സാഹചര്യം കോൺഗ്രസ്സിന് ഇപ്പം ലഭിക്കുന്നില്ല കേരളത്തിൽ. രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ വന്നെങ്കിൽ അതിനെ 2019 ഒരു വലിയ ആവേശത്തോടെ കാണാനോ ഇദ്ദേഹം നാളെ ജയിച്ച് പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ ഉള്ള വിശ്വാസം ജനങ്ങൾക്ക് കുറേയൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിന് വിശ്വാസ്യതയിൽ ഒരു വൻ ഇടിവ് സംഭവിച്ച പശ്ചാത്തലത്തിലാണ് അത് ദേശീയ തലത്തിൽ, കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയൊരു വിശ്വാസ്യതയിൽ ഇടിവ് സംഭവിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്ക് 26 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വടകരയിലും മാറിയ രാഷ്ട്രീയ സാഹചര്യം പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 K മുരളീധരൻ മത്സരിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അദ്ദേഹത്തിന് 84,666 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. വടകരയിൽ മികച്ച ഭൂരിപക്ഷമാണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് CPM പ്രമുഖ നേതാവായ P ജയരാജനെയാണ്. കണ്ണൂരിലെ CPM വളരെ പ്രധാനപ്പെട്ട നേതാവിനെയാണ് തോൽപ്പിച്ചത്. അവിടെ അന്ന് BJP VK സജീവൻ നേടിയത് 80,128 വോട്ട്. പെർസെൻറ്റേജ് പറഞ്ഞാൽ 7.52 വോട്ട്. K മുരളീധരൻ നേടിയ വിജയവും രണ്ടാമത് വന്ന P ജയരാജന്റെ വോട്ടും വെച്ച് നോക്കുമ്പോൾ അവർ തമ്മിലുള്ള വോട്ട് വിഹിതത്തിലെ വ്യത്യാസം 8%. 49.42 K മുരളീധരൻ നേടി, 41.47 P ജയരാജൻ നേടി. BJP വളരെ പിന്നിൽ 7.52 അവസാനിച്ചത്. 10% വോട്ട് പോലും കിട്ടിയില്ല. ഇക്കുറിയും BJP അവിടെ ഒരു 10%-ലധികം വോട്ട് പിടിക്കാൻ സാധ്യതയില്ല. പരമാവധി 1,00,000 വോട്ടാണ് BJPക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ പ്രധാന മത്സരം വടകരയിലെ ഒരു സംശയവും ആർക്കും വേണ്ട. ആരൊക്കെ തമ്മിലാണ്? അത് UDF-ഉം LDF-ഉം തമ്മിലാണ്. സിറ്റിംഗ് MP അവിടുന്ന് കളമാറിപ്പോയി. പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ട് മുരളീധരനെ നേരെ തൃശ്ശൂരിലേക്ക് ഇവിടുന്ന് തട്ടിവിട്ടു. ഷാഫി പറമ്പിൽ, കോൺഗ്രസിന്റെ യുവ നേതാവ്, സിറ്റിംഗ് MLA പാലക്കാട്ടെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ വടകരയിലെ പിക്ചർ പെട്ടെന്ന് മാറി. തൃശ്ശൂര് പോലെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായിട്ട് വടകര മാറ്റപ്പെട്ടു ദേശീയ തലത്തിലും. പിന്നെ അവിടെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് KK ശൈലജ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ച MLA ആയ ആളാണ് KK ശൈലജ. അത് അവരുടെ മികവ് കൊണ്ട് അവർ ആരോഗ്യ, സാമൂഹിക ക്ഷേമ, കുട്ടികളുടെയും ഒക്കെ ക്ഷേമ, സ്ത്രീകളുടെയും ഒക്കെ ക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായിട്ട് ചെയ്ത പെർഫോമൻസ്, നിപ്പ, കോവിഡ്,
മറ്റു കാര്യങ്ങൾ, ഇതിലൊക്കെ ആരോഗ്യവകുപ്പിനുണ്ടാക്കിയ ഒരു മികവ്, ഇതെല്ലാം കൊണ്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമാണ് കെ ശൈലജ. മറ്റൊരു പ്രത്യേകത, വടകരയിൽ 2 സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നു. ഷാഫി പറമ്പിൽ ഫ്രം പാലക്കാട്, അതേപോലെ കെ ശൈലജ. അപ്പോൾ BJP ഈ രംഗത്ത് കാര്യമായിട്ട് പിക്ചറിലില്ല എന്ന് നമ്മൾ ഊഹിക്കുക. കഴിഞ്ഞ 2014 മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് രാമചന്ദ്രനെതിരെ മത്സരിച്ചത് CPM-ലെ AN ഷംസീറാണ്, ഇപ്പോഴത്തെ സ്പീക്കർ. അന്ന് വെറും 3000 ചില്ലുവാനം വോട്ടിനാണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നത്. 2014, അതായത് കൃത്യം പറഞ്ഞാൽ 3306 വോട്ട്, വെറും അത്രയും വോട്ടിനാണ്. ലോക്സഭയിൽ 3300 വോട്ട് ഭൂരിപക്ഷം ഒരു വലിയ ഭൂരിപക്ഷമൊന്നുമല്ല, വളരെ ചെറിയൊരു ഭൂരിപക്ഷമാണ്. ഷംസീറിനേക്കാൾ ഏതാണ്ട് 1% താഴെ മാത്രം വോട്ട് വ്യത്യാസമേ മുല്ലപ്പള്ളിക്ക് രാമചന്ദ്രന് കിട്ടിയുള്ളൂ. അവിടുന്നാണ് 2019 മുരളീധരൻ ഇത്രയും ഭൂരിപക്ഷത്തിലേക്ക് വന്നത്. അപ്പൊ 2014 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2014 പി കുമാരൻകുട്ടി, കെ രമയുടെ, TP ചന്ദ്രശേഖരന്റെ ഓർമ്മയിൽ ഉണ്ടാക്കിയ പാർട്ടിയുടെ RMPയുടെ പി കുമാരൻകുട്ടി അന്ന് 17,229 വോട്ട് പിടിച്ചിരുന്നു. അന്ന് SDPI, ഇപ്പോൾ UDF-ന് സ്വാഭാവിക പിന്തുണ പ്രഖ്യാപിച്ച SDPI അന്ന് 15,000 വോട്ട് പിടിച്ചു. 15,000-ഉം 17,000 കൂടെ കൂട്ടുമ്പോൾ 32,000 സംതിങ് വോട്ട് അങ്ങനെ മാറിയിടത്താണ് ഇത്രയും വോട്ടിന് മുല്ലപ്പള്ളി അവിടെ ഷംസീറിനെ തോൽപ്പിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പൊ ഇപ്പോ ഉള്ള അവസ്ഥ എന്താണ്? ഇപ്പോൾ ഉള്ള അവസ്ഥ, ഈ 41% പി ജയരാജൻ കഴിഞ്ഞോളം നേടിയത്, 49% കെ മുരളീധരൻ നേടി. ഈ 8% വോട്ട് വ്യത്യാസം ജയിച്ചവരും തോറ്റവരും തമ്മിലുണ്ട്. കഴിഞ്ഞ തവണ 2019. ഇക്കുറി ആ ഇക്വേഷൻ മാറും എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് കെ മുരളീധരൻ നേടിയ 49%-ലധികം വോട്ട് നേടാൻ സാധിക്കത്തില്ല. അതേസമയം പുതിയ സ്ഥാനാർത്ഥി പി ജയരാജനേക്കാൾ വളരെ ജനകീയതയുള്ള പോപ്പുലറായ CPM-ന്റെ നേതാവാണ് കെ ശൈലജ. ഒരു സംശയം ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ പി ജയരാജൻ നേടിയ 41%-ന് മുകളിലേക്കുള്ള വോട്ട് ഷെയർ കെ ശൈലജ നേടുമെന്ന് ഉറപ്പ്. അപ്പോൾ ഷാഫി പറമ്പിലിന്റെ വോട്ട് വിഹിതം താഴേക്ക് വരുന്നു. കെ ശൈലജയുടെ വോട്ട് വിഹിതം 41-ന്ന് ഒരു 45-ന് മുകളിലേക്ക് പോയാൽ വടകരയുടെ ചിത്രം മാറും. പിന്നെ അടുത്ത കാലത്ത് വടകരയിലെ പ്രചാരണ രീതിയിലുണ്ടായ അശ്ലീലം നമ്മുടെ കേരളത്തിലെ ഒരു ലോക്സഭാ പ്രചാരണത്തിലും ഒരു സീറ്റിലും ഇത്രയും അശ്ലീല പ്രചാരണം സോഷ്യൽ മീഡിയ വഴി നടന്നിട്ടില്ല. കെ ശൈലജയ്ക്കെതിരെ കോൺഗ്രസിന്റെ വ്യാജ സംഘം, അതാരൊക്കെയാണെന്നറിയാമല്ലോ, കോൺഗ്രസിന്റെ വ്യാജ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലൊരു വ്യാജ സംഘമുണ്ട്. അവർ വ്യാജൻ പണിയെ അവർക്കറിയും. അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ കൂടിയിട്ട് വ്യാജ മോർഫ് ചെയ്ത ഇമേജുകൾ, കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ വഴി കെ ശൈലജയെ ആക്ഷേപിക്കുന്നത്, അത് പോലീസ് കേസിൽ വരെ എത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി പോയിരിക്കുന്നു. അത്രയും അശ്ലീലം നിറഞ്ഞ പ്രചാരണമാണ് UDF വടകരയിൽ അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ മനസ്സിലും എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ജനങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതില് കോടതിയിൽ വരെ അത് കേസ് പോകാൻ സാധ്യതയുണ്ട്. കെ ശൈലജ ഷാഫി പറമ്പിലിനെതിരെ, എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വരെ കേസ് കൊടുത്തു കഴിഞ്ഞു. അതിന് നിയമപരമായ മറ്റു വശങ്ങളും വരാം. ഈ ഒരു സാഹചര്യത്തിൽ വടകരയിൽ വരാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. ഇതിന്റെ മറ്റു കാര്യങ്ങൾ, പൊളിറ്റിക്കൽ റെലവൻസി, ചരിത്രം, ഏതൊക്കെ മഹാരഥന്മാര് ആണ് വടകരയിൽ നിന്ന് ജയിച്ച് കേന്ദ്രത്തിൽ വരെ പോയി മന്ത്രിമാരൊക്കെ ആയത്, തോറ്റ പ്രമുഖർ, ഒരു വലിയ ചരിത്രം കോഴിക്കോട് പോലെ തന്നെ വടകരയ്ക്ക് പറയാറുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കാര്യം രവി വരുന്നു. അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കും. വടകര തുടക്കം മുതൽ തന്നെ 2 ജില്ലകളുടെ പാർലമെന്റ് മണ്ഡലം, കണ്ണൂർ, കോഴിക്കോട്. മുമ്പ് കണ്ണൂരിലെ തലശ്ശേരിയും പെരിങ്ങളവും,
കോഴിക്കോട് ജില്ലയിലെ വടകരയും നാദാപുരവും മേപ്പയൂരും കൊയിലാണ്ടിയും പേരാമ്പ്രയും ഈ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതായിരുന്നു പഴയ വടകര. മണ്ഡലം പുനർനിർണയത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിലെ വടകരയും നാദാപുരവും കൊയിലാണ്ടിയും പേരാമ്പ്രയും കുറ്റിയാടിയും വന്നു. അതേസമയം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയും കൂത്തുപറമ്പും വന്നു, പെരിങ്ങളം പോയി. അതാണ് പുതിയ വടകര പാർലമെൻറ്റ് മണ്ഡലം. അവിടുത്തെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ 6 തവണ വടകര പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച KP ഉണ്ണികൃഷ്ണൻ എന്ന കേന്ദ്രമന്ത്രി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വടകരയിൽ തന്നെ, കോഴിക്കോട് തന്നെയുണ്ട്. അവിടെ നിന്നും ഒരു തവണ K മുരളീധരൻ ആണ് നിലവിലുള്ള പാർലമെന്റ് അംഗം. K മുരളീധരനാണ്. ഇപ്പോൾ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി. 2 തവണ CPMലെ AK പ്രേമജവും 2 തവണ കേന്ദ്രമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനും 1 തവണ CPMന്റെ O ഭരതനും 1 തവണ CPMന്റെ തന്നെ P സതീദേവിയും വടകരയിൽ നിന്ന് പാർലമെന്റ് അംഗങ്ങളായി. അവിടെ തോറ്റ പ്രമുഖന്മാരുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന താത്വികാചാര്യന്മാരിലൊരാളായിരുന്ന ശ്രീ PR നമ്പ്യാർ, സോഷ്യലിസ്റ്റ് നേതാവ് അരങ്ങിൽ ശ്രീധരൻ, ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 1980 ആ മണ്ഡലത്തിൽ തോറ്റയാളാണ്. ഉണ്ണികൃഷ്ണനോട്, KP ഉണ്ണികൃഷ്ണനോട്. 1989 A സുജനപാലാണ് KP ഉണ്ണികൃഷ്ണനോട് തോറ്റത്. 91 തോറ്റ ആളുകളിൽ ഒരാൾ രത്നസിംഗാണ്, അഡ്വക്കേറ്റ് രത്നസിംഗ്. 96 ഈ KP ഉണ്ണികൃഷ്ണൻ തോറ്റ മണ്ഡലമാണ് വടകര. അന്ന് ശ്രീ ഉണ്ണികൃഷ്ണനെ തോൽപ്പിച്ചത് CPMലെ O ഭരതനാണ്. 2009 സതീദേവിയോട് തോറ്റു CPMന്റെ. 2014 ഇപ്പോൾ സ്പീക്കറായിരിക്കുന്ന AM ഷംസീർ തോറ്റ മണ്ഡലമാണത്. അതിനു മുമ്പ് 2004 മുൻ മന്ത്രി MD പത്മം അവിടെ തോറ്റു. 2019 അവിടെ പരാജയം സമ്മതിച്ചത് CPMന്റെ P ജയരാജനാണ്. BJP 84 മുതൽ അവരുടെ സാന്നിധ്യം ശ്രദ്ധേയമാക്കുന്നൊരു മണ്ഡലമാണ് വടകര. അവിടെ മത്സരിച്ചതിൽ ഒരു പ്രമാണി PK കൃഷ്ണദാസ്. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് 2004 KP ശ്രീശൻ ആണ് BJPക്ക് വേണ്ടി പിടിച്ചത്. ഇത്തവണ വടകരയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ചിത്രം വളരെ നേരത്തെ തന്നെ കേരളത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നതായി മാറി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥിമാർ നിലവിലുള്ള കേരള നിയമസഭയിൽ അംഗങ്ങളാണ്. അതിലൊരാൾ മന്ത്രിയായിരുന്ന ശ്രീമതി KK ശൈലജ ടീച്ചറാണ്. മറ്റൊരാൾ കോൺഗ്രസിലെ പുതു രക്തമായി വന്ന ഷാഫി പറമ്പിലാണ്. KK ശൈലജ വളരെ ചെറുപ്പത്തിലേ തന്നെ രാഷ്ട്രീയത്തിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചൊരാളാണ്. ഇന്നിപ്പോൾ നിലവിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അവരുടെ സ്ത്രീശബ്ദം എന്ന
മുഖമാസികയുടെ എഡിറ്ററായിരുന്നു. മറ്റൊന്ന്, 23 വർഷക്കാലം അധ്യാപക വൃത്തിയിൽ വ്യാപൃതയായിരുന്നവരാണ് ശൈലജ ടീച്ചർ. സയൻസ് ആയിരുന്നു ശൈലജ ടീച്ചറുടെ വിഷയം. ഇതൊക്കെ പറയുമ്പോഴും ഫിസിക്സോ കെമിസ്ട്രിയോ. 2021 വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്താണ് അവർ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലെത്തുന്നത്. പേരാവൂരിൽ നിന്നും മട്ടന്നൂരിൽ നിന്നും കൂത്തുപറമ്പിൽ നിന്നുമാണ് അവർ എം എൽ എ ആയിരുന്നത്. 2021 അതായത് നിലവിലുള്ള നിയമസഭയിൽ അംഗമായിരിക്കുന്ന ശൈലജ ടീച്ചറാണ് ആ 2021 തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ റെക്കോർഡ് ബ്രേക്കർ. അവരുടെ ഭൂരിപക്ഷം 60,963 വോട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷമാണ് 60,900 വോട്ട്. അതാണ് കേരളത്തിൽ നിലവിലുള്ള എം എൽ എമാരുടെ നിയമസഭാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ബ്രേക്ക്. അതാണ് അവരുടെ ഒരു ഭൂരിപക്ഷത്തിന് അവരെ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ കാരണം. അതിന് തൊട്ട് മുമ്പ് അവർ ആരോഗ്യ, കുടുംബക്ഷേമ, സാമൂഹ്യക്ഷേമ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമവും വികസനവും ബന്ധപ്പെട്ട വകുപ്പുകൾ ഒക്കെ കൈകാര്യം ചെയ്തിരുന്നൊരു മന്ത്രിയായിരുന്നു. അവർ മന്ത്രിയായിരിക്കുമ്പോഴാണ് നിപ്പ, കൊറോണ തുടങ്ങി ഈ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഏറെ നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അതും ആരോഗ്യവകുപ്പ് മന്ത്രി ഒക്കെ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം, ലോകത്ത് തന്നെ ആ മഹാമാരിയെ കേരളം എങ്ങനെ ടാക്കിൾ ചെയ്തു, തന്ത്രപരമായി എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് വളരെ വിജയപ്രദമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മൊത്തം കണക്കെടുത്താൽ നമ്മുടെ മരണസംഖ്യ, അതിൻ്റെ തോത് 0.5% താഴേക്ക് നിർത്താൻ കേരളത്തിന് കഴിഞ്ഞു. അത് കേരളം ലോകത്തിന് തന്നെ മാതൃകയായി മാറി. അങ്ങനെയാണ് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി അവരുടെ ഏറ്റവും പരമോന്നതമായ ബഹുമതി ഓപ്പൺ സൊസൈറ്റി പ്രൈസ് എന്ന് പറയുന്നത് ചെറുതല്ല. കോഫി അനൻ എന്ന് പറയുന്ന UN സെക്രട്ടറി ജനറലാണ് മുമ്പൊരിക്കൽ ഈ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് കിട്ടിയത്. സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ആ പരമോന്നതമായ ബഹുമതിക്ക് അർഹയായ ആളാണ് ശ്രീമതി KK ശൈലജ. അതുപോലെ തന്നെ UN പബ്ലിക് സർവീസ് ഡേക്ക് പ്രത്യേക ക്ഷണം ലഭിച്ച് പോയി പങ്കെടുക്കാൻ കഴിയുന്ന അപൂർവ ലോക നേതാക്കന്മാരിൽ ഒരാളായി മാറിയ ആളാണ് ശൈലജ ടീച്ചർ. അങ്ങനെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ എളുപ്പത്തിൽ വടകര പോലൊരു മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ വളരെ എളുപ്പത്തിൽ മുന്നിലേക്ക് പോയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പാലക്കാട് പട്ടാമ്പിക്കാരനാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നയാളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് നിലവിൽ. കഴിഞ്ഞ 3 തവണയായി പാലക്കാട് നിന്നും MLA ആണ്. 2011, 2016, 2021 3 തവണയായി. കുറച്ച് ചെറുപ്പക്കാരനാണ്. എന്നാൽ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കരുത്തോടെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ശൈലജ ടീച്ചർക്ക് ഇപ്പോൾ ഒരു മുൻതൂക്കം ആ മണ്ഡലത്തിലുണ്ട്. 26 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അല്പം കാത്തിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം എന്താവും, വടകരയിൽ വലിയ മറിമായങ്ങളൊക്കെ നടക്കുമോ ഇല്ലയോ, LDFിനെ സംബന്ധിച്ചിടത്തോളം വടകര സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു യുദ്ധത്തിലാണ് LDF. UDFന് ആ സീറ്റ് നിലനിർത്തുകയും വേണം ഷാഫി പറമ്പിലൂടെ.
എന്താണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം.